കല്ലൊടി. ജംഗിൾ ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോണത് വളരെ വെറൈറ്റി ഒരു വീഡിയോ ആണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മീൻ കറി വെക്കണ ഒരു വീഡിയോ ആണ്. ആ മീന് കുറേ പ്രത്യേകതകളുണ്ട്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബാക്കിയുള്ള നാടൻ രീതിയിലാണ് മീൻ കറി വെക്കണത്. നമ്മുടെ ബീച്ചായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ സൂപ്പറായിട്ടൊരു മീൻ കറിയും അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷും ഉണ്ട്. അത് ഞാൻ പറയുള്ളത്, അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് വീഡിയോയിൽ നമ്മൾ കറി വയ്ക്കാൻ പോകുന്ന മീൻ എന്ന് പറഞ്ഞത് ഇവിടെ ഉണ്ട്. അവനെ നമുക്ക് വെള്ളത്തിൽ നിന്ന് പിടിക്കണം, പിടിച്ചിട്ട് വേണം കറി വയ്ക്കാനായിട്ട്. ഇതാണ് നമ്മുടെ മുതൽ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. ഇത് നീല കളറിൽ ഉരുളാട്ടോ. പല സ്ഥലത്തും നീലവാകാന്നൊക്കെ പലരും പറയണ കേട്ടിട്ടുണ്ട്, പുലിവാകാന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഉരുൾ മീനാണ് ഇവിടുത്തെ ഇതിനകത്ത്. ഇത് നീല കളറാണ്. ഇത് കണ്ടോ, അതിൻ്റെ ഡിസൈൻ കണ്ടോ, വളരെ മനോഹരമായ ഒരു സാധനമാണ്. 3 കിലോ തൂക്കമുള്ള മീനാണ്. നമുക്കെന്തായാലും ഇവനെ പ്രിപ്പയർ ചെയ്യണ കാഴ്ചകളിലേക്ക് പോവാം. മീനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കേട്ടോ, തേക്കാൻ വേണ്ടി ഒരു കല്ലെടുത്തോണ്ടാണ്. നമുക്ക് കല്ലേലിട്ട മീൻ നന്നായിട്ട് തേച്ച് ഇതിൻ്റെ ചെതുമ്പിൽ കളയണം. അതേപോലെ ഇതിൻ്റെ പുറത്തൊരു ഉളുമ്പ് പോലത്തെ ഒരു സാധനം ഉണ്ട്, ഞോളപ്പ്. അത് ഈ കല്ലേലിട്ട് തിരുമ്മി കഴിയുമ്പോൾ പൊക്കോളും. എൻ്റെ കൈ അതിൻ്റെ ഉള്ളിൽ പോയി. ചെകിളയുടെ ഉള്ളിൽ കൈ പോയി കഴിഞ്ഞാൽ കൈ മുറിയുന്നില്ല, കാരണം നല്ല അര. ട്രഡീഷണൽ മീൻ കറിക്ക് സൈഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മുടെ ബീച്ചേട്ടന് ഇവിടെ ഇതിന് ഉണ്ടാക്കാനുള്ള അടുപ്പും കാര്യങ്ങളും റെഡി ആക്കണം. എന്തായാലും ബീച്ചേട്ടന് തന്നെ ചോദിക്കാം നമുക്കത് എന്താണ്. ബീച്ചേട്ടാ പറയൂ, എന്താണ് നമ്മുടെ ഇന്നത്തെ മീൻ കറിക്കുള്ള സൈഡ്? നമുക്ക് പണ്ട് കാലങ്ങളിൽ ഹൈറേഞ്ച് മേഖലകളിലൊക്കെ, മലയോര മേഖലകളിലൊക്കെ കപ്പ ചുട്ട് ചായക്ക് കൂട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. നമ്മൾ തനി വിറകിൽ തന്നെ, കരലോ അല്ലെങ്കിൽ മറ്റേതൊന്നും അല്ലാണ്ട് തനി വിറകിൽ തന്നെ നമ്മൾ അത് കപ്പ ചുടാനുള്ള സംവിധാനമാണ് ഇവിടെ പ്ലാൻ ചെയ്തത്. കപ്പ ചുടുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത്, അതിന് പച്ചമുളകും മഞ്ഞൾ എല്ലാ സാധനങ്ങളും ചേർത്ത് വരഞ്ഞ് പിടിപ്പിച്ച് കപ്പ മുഴുവനോടെയാണ് നമ്മൾ ചുടാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള അടുപ്പാണ് ഇവിടെ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അടുപ്പൊക്കെ കത്തിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൽ വന്നിരിക്കും. കപ്പ നമ്മൾ നീളത്തിലാണ് തൊണ്ട് പൊളിക്കുന്നത്. തൊണ്ട് പൊളിച്ച് നീളത്തിൽ തന്നെ തൊണ്ട് പൊളിച്ച് നമ്മളിതിൽ വരഞ്ഞ് മുളകും ഇതുമെല്ലാം ചേർത്തതിന് ശേഷമാണ് നമ്മൾ ചുട്ടെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. തൊണ്ട് പൊളിക്കാൻ പോവാണ്. മീൻ ചെതുമ്പലൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉളുമ്പൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ടോ. ഇനി നമുക്ക് പിന്നെ ഒന്ന് വരയണം. വരഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പോകാം. നല്ല ദശയുണ്ട് കേട്ടോ. നീല ഉരുളിനെ കഴുകി നല്ല അടിപൊളിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മസാലകളെല്ലാം ചേർത്ത് ഇവനെ കറി വെക്കാനുള്ള പരിപാടി നോക്കാം. ഇത് മൊത്തം ഇതിനുള്ളിൽ നിന്ന് കിട്ടിയ നെയ്യാട്ടോ. നല്ല നെയ്യുള്ള മീനായിരുന്നു. അതിവിടെ തേങ്ങ. ഇവിടെ ഈ തോട്ടിൽ വെള്ളം മഴവെള്ളം വന്നു കഴിയുമ്പോൾ മേളിലെ പറമ്പിൽ ഇഷ്ടം പോലെ തേങ്ങ ഒഴുകി വരും കേട്ടോ. അതേപോലെ ഒരു തേങ്ങ, നല്ല അടിപൊളി തേങ്ങ കുലുങ്ങനാട്ടോ. നമ്മളിങ്ങനെ തോട്ടിക്കടയൊക്കെ വന്നു കഴിയുമ്പോൾ തേങ്ങ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാക്കത്തിയൊന്നും ഇല്ലെങ്കിൽ പൊട്ടിക്കുന്ന ഒരു മെത്തേഡ് തട്ടും. കല്ലൊടിഞ്ഞു പോയി. കല്ലിനിങ്ങനെ ഇടിച്ച് ചതച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പൊട്ടി വരും കേട്ടോ.
നമ്മൾ നല്ല മൂത്ത് അടിപൊളിയായിട്ട് തേങ്ങ ഇട്ടുന്നുണ്ട്. സൂപ്പറാ. കപ്പ ചുടുന്നതിനുള്ള സ്പെഷ്യൽ മസാലയുണ്ട്. ആ മസാല ബീച്ചേട്ടൻ ഇവിടെ അരച്ചു കൂട്ടാൻ പോവാണ്. ബീച്ചേട്ടാ പറഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളത്. സാധാരണ നമുക്ക് എല്ലാവരും കപ്പ ചുമ്മാ തൊലി വിളിച്ച് അടുപ്പിനകത്ത് വെച്ച് വേവിച്ച് ഇട്ടെടുക്കുന്ന പരിപാടിയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇംഗ്ലീഷ് അല്ല, കരിയാപ്പില നമ്മൾ ഇടുകയാണ്. പച്ചമുളക്, ചുമന്നുള്ളി, ഇഞ്ചി, ഇത്ര സാധനം കൂടി ഇട്ട് നമ്മൾ ഇടിച്ചരച്ച് മസാല പുരട്ടുകയാണ്. മഞ്ഞപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂട്ടി നമ്മുടെ അരച്ചു വെച്ച മസാല നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ. മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് കപ്പ ചെയ്ത് വെച്ചിട്ടാ. അതെ. എന്നിട്ട് നമുക്ക് ഫോയിൽ പൊടിയണം. അതിൽ കരിഞ്ഞു കപ്പയിൽ നമ്മൾ മസാല തിരുമാണ്. കപ്പ ശരിക്കും വരഞ്ഞു വെച്ചിരിക്കുകയാണ്. കഴുകി പൊളിച്ച് വരഞ്ഞു വെച്ചിരിക്കുന്നതാണ്. മസാല പറ്റുകയാണ്. അപ്പോൾ വരഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ട് ഇതിനുള്ളിലേക്ക് ആ വെളിച്ചെണ്ണയോട് കൂടി മസാലകളെല്ലാം ഇതിനുള്ളിൽ പിടിക്കും. അത് ഈ ഫോയിലങ്ങ് പൊടിഞ്ഞ് കഴിയുമ്പോൾ സാധാരണ ചുടുമ്പോൾ നമ്മൾ നേരിട്ടാണ് ചുടണം. ഈ ഫോയിൽ പൊടിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഗുണം വയ്ക്കാൻ കരിയില്ല, അല്ലാതെ തന്നെ ഉള്ളു വേവും. കരിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് കേട്ടോ. ചിലർക്ക് ആ കപ്പ ചുട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആ കരിയണ ഭാഗം തിന്നാൻ ഭയങ്കര പിന്നെ മുളകുള്ള കണ്ണിലും തെറുത്ത തീർന്നു. തീയൊക്കെ ഇവിടെ കത്തി നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളിനി കപ്പ തീക്കകത്തേക്ക് വയ്ക്കുവാണ്. ഫോയിൽ ഇത് ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് കണ്ണിൽ വെക്കണ്ട കേട്ടോ. വട്ടം വെച്ചാൽ മതിയോ? ഇങ്ങനെ പ്രകൃതി രമണീയമായ ഈ തോട്ടിൻ കരയിൽ നിന്ന് തന്നെ പിടിച്ച വാകേനെ, അതായത് വാക അല്ലെങ്കിൽ ഉരുള് എന്ന് പറയുന്ന നീല വാകേനെ നമ്മൾ കറി വെക്കാൻ പോവാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പോവാണ്. സ്റ്റൗ കത്തിക്കാൻ ബീച്ചേട്ടൻ റെഡിയാണ്. ബീച്ചേട്ടാ കത്തിക്കുക. ചേർക്കേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞിവിടെ റെഡിയാക്കിയിട്ടുണ്ട് ബീച്ചേട്ടൻ. വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങ. നമുക്ക് തേങ്ങ മാത്രം ചേർക്കാൻ ഉദ്ദേശിച്ചല്ല ചേട്ടാ, ഇവിടെ വന്നപ്പോൾ കിട്ടിയതുകൊണ്ട് മാത്രം നമ്മൾ ചേർക്കാൻ മാത്രം. പിന്നെ സവോള, ഒരു സവോള അരിഞ്ഞത്, പിന്നെ ചെറുള്ളി, പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഇഞ്ചി, ഇങ്ങനെയുള്ള സകല സാധനം ഇവിടെ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇവിടെ ഈ മീൻകറിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഉലുവ എന്ന് പറയുന്ന ഈ ഉലുവില്ലാത്ത മീൻകറിയിൽ. പക്ഷേ ഉലുവ നമ്മൾ ഇത്രയും ധാരാളമായിട്ട് ചേർക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു സാധനത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞേ. ഇതേ പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുടംപുളി നാടൻ പുളിയാണ്. ഉപ്പും വെള്ളവും കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉപ്പും വെള്ളം കൂടെ. ഇത് ബീച്ചൻ്റെ വീട്ടിലുണ്ടായ പുളിയല്ലേ? അതെ, നാടൻ പുളിയാണ്. നാടൻ പുളി. ബീച്ചൻ്റെ വീട്ടിലൊരു നല്ല പുളിമരമുണ്ട്. ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴാണ് കടുകിടാവുള്ളൂ. കടുക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ നാടൻ കറിവേപ്പിലയാണ്. ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതല്ല, നമ്മുടെ പറമ്പിൽ തന്നെ, നമ്മുടെ ഇവിടെ കുടിയിൽ തന്നെയുള്ള നാടൻ കറിവേപ്പിലയാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ ഇഞ്ചി നമ്മൾ ചെറുതായി നീളത്തിലരിഞ്ഞ് ഇഞ്ചി ചേർക്കുകയാണ്. അതിനുശേഷം നമുക്ക് പ്രധാനമായിട്ടും ചുമന്നുള്ളിയാണ് നമ്മളിത് ഏറ്റവും കൂടുതൽ നമ്മൾ ചേർക്കുന്നത്. ടേസ്റ്റ് അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പച്ചമുളക് ചേർക്കുകയാണ്. തേങ്ങക്കൊത്താണ്. ഇവിടെ നമ്മൾ പൊട്ടിച്ച് ചെറുതായിട്ട് നൈസായിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കും തേങ്ങ ചേർക്കുകയാണ്. അല്പം ഗ്രേവിയുടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് സവാള ചേർക്കുന്നത്. സവാള ചേർക്കാതിരിക്കുന്നതാണ് ചില ആൾക്കാർക്ക് ഇത് താല്പര്യം. ഒരു മധുരത്തിൻ്റെ ഇതുണ്ടാകും.
അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. കുടംപുളി നമ്മൾ ഇട്ടപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തതുകൊണ്ട് നമ്മൾ ഇതിനകത്തുള്ളത് അല്പമേ ചേർക്കുന്നത്. മൈന അടുത്ത് നമ്മൾ മുളക് പൊടി ചേർക്കുകയാണ്. എരിവ് പച്ചമുളക് ചേർത്തത് കൊണ്ട് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് മുളക് പൊടി ചേർക്കാം. നമ്മളിപ്പോൾ ഒരു 4 ടീസ്പൂണാണ് മുളക് പൊടി ഒന്ന് മൂക്കുന്ന സമയത്ത് നമ്മൾ വെച്ചിരിക്കുന്ന പുളിയും ഉപ്പും പുളിയും മഞ്ഞൾപ്പൊടിയും കൂടി വെച്ചിരിക്കുന്ന അത് ഒഴിക്കുകയാണ്. ആ മുളക് പൊടി മൂക്കി അത് നന്നായിട്ട് തിളച്ചു കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഇനി മീനിട്ട് ആലോചിച്ചേട്ടാ നമുക്ക് ഈ നെയ്യും കൊണ്ടു അതിൻ്റെ കൂടെ. മീനെ പീസാക്കണല്ലോ കേട്ടോ. നമ്മൾ മൊത്തത്തിലാണ് മീനെ അങ്ങനെ തന്നെയാണ് കറി വയ്ക്കുന്നത്. നമുക്ക് അന്നേരം അങ്ങോട്ട് ഇട്ടേക്കാം. അത് കൊണ്ട് തല വെച്ചിട്ടാ വളർന്നു വയ്ക്കാൻ മീൻ കൂടി ഇട്ട് കഴിയുമ്പോൾ ഗ്രേവിയിലേക്കെല്ലാം പിടിച്ചോളൂ. ഇതിനകത്തേക്ക് ഉള്ളി വയ്ക്കാം. അരമണിക്കൂറോളം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തുറക്കാം. അരമണിക്കൂറോളം താമസമുണ്ട് അത് രണ്ടും റെഡി ആവാനായിട്ട്. അപ്പം നല്ല അടിപൊളി കണ്ണുനീര് പോലത്തെ വെള്ളമാണ് നമ്മുടെ തോട്ടിലുള്ളത്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെള്ളത്തിൽ മുങ്ങിയേക്കാം. തണുപ്പാന്നറിയാം ഇവിടുത്തെ വെള്ളത്തിന്. നമ്മൾ എത്ര വേർത്ത് കുളിച്ച് ടയർഡായിട്ട് എന്നാലും ഈ വെള്ളത്തിൽ കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം തന്നെയാണ്. ഫാമിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന തോടാണിത്. ഫാമിൻ്റെ അതിർത്തി ഈ കാണുന്നതാണ്. ഇവിടുന്ന് താഴേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്ററും പോയി കഴിഞ്ഞാൽ പിന്നെ കാടായി. ഇതിനോട് ചേർന്ന് കുറേയേറെ വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അതേപോലെ കുറേ പക്ഷികളുണ്ട്. നല്ല ശുദ്ധമായ വെള്ളമുണ്ട്. നമുക്കിങ്ങനെ നീരാടാം. മീൻകറി നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റപ്പായിട്ടുണ്ട്. നമുക്കെന്തായാലും ഫൈനൽ ആയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ഡെക്കറേഷൻ അല്ലേ, കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് കയറിയിട്ട് നമുക്ക് തട്ടിലേക്ക് മാറ്റിയാലോ. ടേബിളിലേക്ക് മാറ്റാം. മീൻ നല്ല അടിപൊളിയായിട്ട് വെന്തത് തട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളാ മീൻ അതേപോലെ ഫുള്ളായിട്ട് വേവിച്ചേക്കണം. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മുടെ കപ്പ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. കപ്പ എങ്ങനെ വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാ. അതെ, കപ്പയാണല്ലോ ഇതിൻ്റെ കോമ്പിനേഷൻ. ഇപ്പോൾ റെഡിയായി. കപ്പ നമ്മൾ എടുക്കുകയാണ്. കപ്പ നമ്മൾ തീന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അഴിച്ചു നോക്കാം വെന്തോ എങ്ങനെയാണെന്നുള്ളത്. വാ, ഇതാണ് കപ്പ. നമ്മൾ നാച്ചുറലായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വന്നിരിക്കുക. നമ്മളെ മസാലയൊക്കെ ചെയ്തതിൻ്റെ കളറ് കണ്ടോ? അത് കണ്ടോ? അത് വെച്ചോ. കപ്പയും മീനും ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. തീക്കകത്ത് ചുട്ട കപ്പ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ നീലവാക ഉരുൾ എന്നറിയപ്പെടുന്ന മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ വെച്ചിട്ടാണ്. പിന്നെ വെള്ളത്തിലെ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞാലേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഏകദേശം വെള്ളത്തിലെ റെസ്റ്റോറൻറ്റ് വരെ തന്നെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു തോടിൻ്റെ നടുക്കാണ്. നമുക്ക് ഇതിനുള്ളിൽ നിന്ന് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതുണ്ടോ, ആവി പറക്കുന്ന നല്ല സൂപ്പർ കപ്പ. ഇതുണ്ടോ, പുട്ട് പോലെ പൊടിഞ്ഞു. സിൽവർ ഫോയിലിൽ വെച്ചേക്കണോണ്ട് ഒത്തിരി കരി വന്നിട്ടില്ല. പിന്നെ അതേ മീൻ നോക്കി. ഇതുണ്ടോ, മീനിൻ്റെ പീസൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പീസ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീനിൻ്റെ ഒരു കഷ്ണവും തേങ്ങാ കൊത്തും ഒക്കെ കൂടി ഇങ്ങനെ എടുത്ത് കഴിച്ചു നോക്കാം. ആവി പറയണ കപ്പയുടെ കൂടെ കഴിച്ചു കഴിച്ചടാ. ബീജണ്ണ ഉണ്ടാക്കിയുണ്ട്. ബീജണ്ണ പിന്നെ കോൺഫിഡൻറ്റ് കുറവല്ലല്ലോ, കൂടുതലല്ലേ?
ഈ മീൻ നല്ല ദശ കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ ചുട്ട കപ്പയും ഗ്രാൻഡ് നീലവാക കറി അടിപൊളിയാണ്. ടേസ്റ്റ് നമുക്ക് അപാരം പറയാൻ പറ്റില്ല. നാടൻ മസാലകൾ കൊണ്ട് നാടൻ മീൻകറിയാണ്. എന്തായാലും അടുത്തൊരു അടിപൊളി സൂപ്പർ ഫുഡ് വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെയ്ക്കും ബൈ. പറഞ്ഞു ചേട്ടാ. ഓക്കെ, ബൈ ബൈ.